നമ്മുടെ വീട്ടിൽ ഒരു പുതുതായിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അയൽവാസികൾക്ക് നമ്മൾ കൊടുക്കും, അല്ലേ? കൊടുക്കാറുണ്ട്. ഒരു പുതിയ രൂപത്തിലുള്ള ഒരു ഭക്ഷണം, ഇനി പുതിയ തന്നെ ആവണമെന്നില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ നോമ്പ് തുറക്കാൻ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്നൊരു പങ്ക് നമ്മുടെ അയൽവാസിക്ക് കൊടുക്കാറുണ്ട് എന്നാണ് എൻ്റെയൊക്കെ വിശ്വാസം. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ അങ്ങനെയാണ് കണ്ട് വളർന്നത്, അല്ലേ? അടുത്ത വീട്ടിലെ പ്ലാവിൽ ഒരു ചക്ക ഉണ്ടാകുമ്പോൾ ആ ചക്ക 4 കഷ്ണമാക്കിയിട്ട് അയൽപക്കത്തുള്ള വീടുകളിലൊക്കെ നമ്മൾ എത്തിക്കും, ആണല്ലോ. അൽഹംദുലില്ലാ, അതൊരു വലിയ സന്തോഷമാണ്. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ മാവിൽ പഴുത്ത മാങ്ങ ഉണ്ടാവും, പക്ഷെ അയൽവാസിക്ക് ചിലപ്പോൾ അത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ മാങ്ങ പറിക്കുമ്പോൾ അതിൽ നിന്നൊരു പങ്ക് നമ്മുടെ അയൽവാസികൾക്ക് കൊടുക്കും. പ്രത്യേകിച്ച് സഹോദരിമാർ, ഈ കറിവേപ്പില, കറിക്ക് ഉണ്ടാക്കുന്ന ഒരു ഇലാണല്ലോ കറിവേപ്പില, വലിയ പ്രാധാന്യം അതിന് നമ്മുടെ അടുക്കളയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ അയൽപ്പക്കത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്ന നല്ലൊരു സ്വഭാവം, അല്ലേ? നാളികേരം ഷെയർ ചെയ്യാറുണ്ട്, നാളികേരം കൊടുക്കാറുണ്ട്, പച്ചക്കറികൾ കൊടുക്കാറുണ്ട്, അരി കൊടുക്കാറുണ്ട്, പഞ്ചസാര കൊടുക്കാറുണ്ട്. ഇനി ഒന്നും വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ അങ്ങനെയാവണം. അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ ജീവിതം. അവിടെ മതം നോക്കണ്ട, അത് അമുസ്ലിമാണ്, ഇത് മുസ്ലിമാണ്, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കരുത്. അയൽവാസി ആരാണെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കണമെന്നാണ് നമ്മുടെ വിശുദ്ധ മതം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അവർ പട്ടിണി കിടക്കരുത്, അവർക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്നാണ് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനെ നിരന്തരം കല്ലെറിഞ്ഞിരുന്ന അബൂജഹൽ പനി പിടിച്ച് സുഖമില്ല എന്നറിഞ്ഞപ്പോ ആ അബൂജഹലിനെ കാണാൻ പോയ നേതാവാണ് നമ്മുടെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറന്നു പോകരുത് നമ്മൾ. കാരുണ്യം പറ്റാത്ത മനസ്സ്, കരുണ പറ്റാത്ത മനസ്സിന്റെ ഉടമയായി തീരണം നമ്മുടെ ജീവിതം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, അവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മളെ ഗീബത്ത് പറഞ്ഞവരുണ്ടാവും, നമീമത്ത് പറഞ്ഞവരുണ്ടാവും, ഫസാദ് പറഞ്ഞവരുണ്ടാവും. അല്ലാഹു അവർക്കൊക്കെ മാപ്പ് കൊടുക്കട്ടെ. നമ്മൾ തിരിച്ചടിക്കാൻ പോകണ്ട. നമ്മൾ നല്ല മനസ്സിന്റെ ഉടമകളായി പരിശുദ്ധ റമദാനിനെ വേണ്ടതുപോലെ മനോഹരമായിട്ട് സ്വീകരിച്ച് യാത്രയാക്കുക. അതാണ് വിശ്വാസിയുടെ ലക്ഷ്യം. അല്ലാഹു അതിലേക്ക് നമ്മെ എത്തിക്കുമാറാവട്ടെ. പറഞ്ഞു വരുന്നത്, വീട്ടിലുണ്ടാക്കുന്നതിൽ നിന്നൊരു പങ്ക് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അവിടുത്തെ പൊരുത്തം അല്ലാഹ് ഞങ്ങൾക്ക് നൽകണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ആടിനെ അറവ് നടത്തുമായിരുന്നു. ആടിനെ മഹാനവറുകൾ വീട്ടിൽ അറവ് നടത്തിയിട്ട് മാംസം വേവിക്കുമായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആടിനെ അറവ് നടത്തുമ്പോഴെല്ലാം തന്റെ വീട്ടിലുള്ള ജോലിക്കാരനെ വിളിച്ചുകൊണ്ട് പറയുമായിരുന്നു, മോനെ, തന്റെ വീട്ടിലുള്ള മുഴുവൻ ജോലിക്കാരെയും വിളിച്ചുകൊണ്ട്, വേലക്കാരനെ വിളിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുമായിരുന്നു, നിങ്ങൾ ആടിനെ അറവ് നടത്തുക. ആ ആടിനെ അറവ് നടത്തിയിട്ട് അതിൽ നിന്നൊരു പങ്ക് നിങ്ങൾ അയൽവാസികൾക്ക് കൊടുക്കണം മോനെ. ലാ തൻസാ ജീറാനൽ യഹൂദിയ. എങ്ങനത്തെ അയൽവാസിയാണ്? നമുക്ക് യഹൂദിയായ ഒരു അയൽവാസി ഉണ്ടല്ലോ. നമ്മുടെ മതത്തിലല്ലെങ്കിലും യഹൂദിയായ ഒരു അയൽവാസി നമുക്കുണ്ടല്ലോ മോനെ. ലാ തൻസിൽ ജീറാനൽ യഹൂദിയ. ആ യഹൂദിയായ അയൽവാസിയെ പോലും മറക്കാൻ പാടില്ല മോനെ. നമ്മുടെ വീട്ടിൽ നമ്മൾ ആടിനെ അറവ് നടത്തുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മാംസം വേവിക്കുന്നതോടുകൂടെ അതിൽ നിന്നൊരു പങ്കിനെ, അതിൽ നിന്നൊരു ഭാഗത്തെ നിങ്ങളായ യഹൂദിയായ അയൽവാസിക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് പഠിപ്പിച്ചില്ലേ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് ചോദിക്കുന്നു, എന്തിനാണ് തങ്ങളെ യഹൂദിയായ അയൽവാസി, അവൻ നമ്മുടെ മതത്തിലല്ലല്ലോ, പിന്നെ എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത് എന്ന് ഒരു ചെറുപ്പക്കാരൻ, ഒരു വേലക്കാരൻ മഹാനവറുകളോട് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, അവൻ മുസ്ലിമാണെങ്കിലും അല്ലെങ്കിലും മക്കളെ, അവര് നമ്മുടെ അയൽവാസികളാണ്, മറന്നു പോവണ്ട.
അവൻ നമ്മുടെ അയൽവാസിയാണ്. അയൽവാസിയെ നമ്മൾ സ്നേഹിക്കാൻ നമ്മുടെ ബാധ്യതയാണ്. അവർ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അവർ വിശപ്പ് സഹിക്കാതെ വരുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കൽ മുസ്ലിമായ നമ്മുടെ ബാധ്യതയാണെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് ഞാൻ ഒരു ദിവസം ചെന്ന് നോക്കിയപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ മുത്തുനബിയുടെ കൂടെ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാർ വീട്ടിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിൽ ഉണ്ടാക്കി വച്ച ചെറിയ അല്പം ഭക്ഷണം ഉണ്ടായിരുന്നു. ആ ഭക്ഷണത്തിൽ നിന്ന് രണ്ടുപേർക്കും മുത്തുനബി ഭക്ഷണത്തിൽ പങ്കു കൊടുക്കുകയാണ്. മാഷാ അല്ലാഹ്, ആ രണ്ട് ചെറുപ്പക്കാരും ഭക്ഷണം വാങ്ങിയിട്ട് തിരിച്ചുപോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ആ രണ്ട് ചെറുപ്പക്കാരിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വീണ്ടും വന്ന് മുത്തുനബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബ് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ അതിൽ നിന്നൊരു പങ്ക് ആ ചെറുപ്പക്കാരന് കൊടുക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുകയാണ്, ഞാൻ ചോദിച്ചു, നബിയേ എന്തിനാണ് തങ്ങളെ, എന്തിനാണ് തങ്ങളെ, എന്തിനാണ് തങ്ങളെ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് നബിയെ? രണ്ടാമതും ആ ചെറുപ്പക്കാരൻ വന്നപ്പോൾ എന്തിനാണ് തങ്ങളെ കൊടുത്തത്? അത് നമ്മുടെ അയൽവാസിയാണ് മോനെ, അത് നമ്മുടെ അയൽവാസിയാണ് മോനെ. ആ അയൽവാസിക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു പങ്ക് നമ്മൾ കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ബാലകന്റെ വേലക്കാരോട് പറയുമായിരുന്നു, ലാ തൻസാ ജീറാനൽ യഹൂദിയ, നമ്മുടെ അയൽവാസികൾ നമ്മളെ മറന്നു പോകരുത്. ഇദാ തമഹതമകതം ഫകസറമാഹാ, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ കുറച്ച് അധികം പാചകം ചെയ്തിട്ട് നിങ്ങളെ കൂട്ടുകാർക്കും നിങ്ങളെ കുടുംബത്തിനും നിങ്ങൾ കൊടുക്കണേ. അങ്ങനെയല്ലാതെ അതിന് വേണ്ടിയല്ലാതെ വീട്ടിൽ വെറുതെ ദൂർത്തടിക്കാൻ വേണ്ടി ഭക്ഷണം പുറത്തേക്ക് കളയാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ ഭക്ഷണം നിങ്ങൾ അമിതമായി പാചകം ചെയ്യരുത്. കാരണം എന്താണ്? ഇന്നല്ലാഹ കരിഹ ലക്കും, അല്ലാഹു അവരെ വെറുത്തു പോയിട്ടുണ്ടെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതിലധികം ധൂർത്തായിട്ട് നമ്മൾ പാചകം ചെയ്യരുത്. ശ്രദ്ധിക്കണം സഹോദരിമാരെ. ഇനി അങ്ങനെ പാചകം ചെയ്യാൻ അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് അനുവാദം തന്നത് എപ്പോഴാ? ഒരു പുതിയ വിശേഷ ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ അയൽപ്പക്കക്കാർക്കും നിങ്ങളുടെ കുടുംബത്തിനും കൂട്ടുകാർക്കും കൊടുക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കണമെന്നാണ്. അപ്പൊ അത് നമ്മൾ പഠിച്ചു. ഇനി അൽഹംദുലില്ലാ അങ്ങനെ ഭക്ഷണമായി, സഹോദരിമാരെ ഭക്ഷണം ഉണ്ടാക്കി അൽഹംദുലില്ലാ ബിസ്മി ചൊല്ലിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽപ്പിച്ച സുന്നത്തുകളൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഇനി നമ്മുടെ മുമ്പിൽ ഭക്ഷണം എത്തുകയാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം സമയം വൈകിപ്പിക്കരുത്. പഴയ നമ്മളെ ഉമ്മമാരൊക്കെ പറയുന്നത് കാണാലോ അല്ലേ? ഭക്ഷണം നമ്മളെ കാത്തു നിൽക്കരുത്, നമ്മൾ ഭക്ഷണത്തെ കാത്തു നിൽക്കണം അല്ലേ? അതിൽ വലിയൊരു രഹസ്യമുണ്ട് എന്നാണ് തോന്നുന്നത്. ഭക്ഷണം നമ്മെ ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ കാത്തിരിക്കരുത്, ഭക്ഷണം ഇങ്ങനെ പാചകം ചെയ്തിട്ട് നമ്മളെ കാത്തിരിക്കരുത്, നമ്മൾ ഭക്ഷണത്തെ കാത്തിരിക്കണം എന്നാണ്. അതിന്റെ രഹസ്യം എന്താണെന്ന് അറിയില്ല. ഇൻഷാ അല്ലാഹ് ഉമ്മമാരൊക്കെ അങ്ങനെ പറയുന്നത് കാണാൻ കഴിയും. അങ്ങനെ ഭക്ഷണം നമ്മുടെ മുമ്പിലെത്തി. ഇനി നമ്മൾ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങളെ രണ്ട് കൈകളും നിങ്ങൾ ആദ്യം കഴുകിയിട്ട് വേണം ഭക്ഷണത്തിന്റെ മുമ്പിലിരിക്കാൻ. നിങ്ങളെ രണ്ട് കൈകളും നിങ്ങൾ കഴുകിയിട്ട് വേണം ഭക്ഷണത്തിന്റെ മുമ്പിലിരിക്കാൻ. ഒരു കൈ കഴുകിയാൽ പോലെ രണ്ട് കൈകളും കഴുകണം. കൊറോണ എന്ന മാരകമായ രോഗം വന്നപ്പോ ലോകത്തുള്ള മുഴുവൻ ആളുകളും അത് പഠിച്ചുവല്ലോ. എപ്പോഴും നമ്മൾ കൈകൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് കൈകളാണ് കഴുകേണ്ടത്, ഒരു കൈയല്ല രണ്ട് കൈകളും നിങ്ങളെ വായയും കഴുകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളെ കഴിക്കുന്ന ഭക്ഷണം അത് ചെറിയ ഭക്ഷണമാണെങ്കിലും വലിയ ഭക്ഷണമാണെങ്കിലും നിങ്ങളെ രണ്ട് കൈകളും നിങ്ങൾ കഴുകണം സ്വഹാബ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ രണ്ട് കൈകളാണ് നമ്മൾ കഴുകേണ്ടത്. ചെറിയ ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം ചെറിയ ഭക്ഷണമാണല്ലോ, വലിയ ഫലമാണ്, പക്ഷെ ചെറിയ ഭക്ഷണമല്ലേ. അതിനിപ്പോൾ എന്തിനാ ഉസ്താദെ കൈ കഴിക്കണത്? നല്ല പത്തിരിയും കോഴിയിറച്ചൊക്കെ ഇൻഷാല്ലാ കഴിക്കുമ്പോൾ കഴുകിയാൽ പോരെ. ഈത്തപ്പഴം കഴിക്കുമ്പോൾ എന്താ കൈ? അങ്ങനെയല്ല, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകിയിട്ട് വേണം ഇരിക്കാൻ. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചെറുത് വലുതൊന്നുമില്ല, അങ്ങനെ കണക്കൊന്നുമില്ല. ഭക്ഷണത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കണോ, എന്നാൽ രണ്ട് കൈകളും വായയും കഴുകിയിട്ട് വേണം ഇരിക്കാൻ. ഇത് ഞാൻ വെറുതെ പറയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. അതുകൊണ്ടാണല്ലോ കൊല്ലം ജില്ലയിലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മൊഴിമുത്തുകൾ ശേഖരിച്ചുകൊണ്ട് വലിയ പാട്ടുരൂപത്തിൽ പദ്യം രൂപത്തിൽ നമുക്ക് മൊഴിമുത്തുകൾ സമ്മാനിച്ച കൊല്ലം ജില്ലയിലെ മഹാനായ കരുനാഗപ്പള്ളി ഭാഗത്ത് മറവട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, അവിടുത്തെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ. മഹാനവകൾ പറയുന്നുണ്ട് രണ്ട് കൈകളും കൈകുന്നതിനെ കുറിച്ച്. നീ ഭക്ഷണം കഴിക്കാൻ തുനിഞ്ഞാൽ രണ്ട് കൈ കഴുകണേ, അത് സുന്നത്തായി വിധിയുണ്ട്. നീങ്ങുന്ന ദാരിദ്ര്യവും അത് കൊണ്ട് എന്നും ഹദീസിൽ വ്യക്തമായി കിടപ്പുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ രണ്ട് കൈകളും നിങ്ങൾ കഴുകണമെന്നാണ്. രണ്ട് കൈകളും കഴുകൽ മുത്തുനബിയുടെ സുന്നത്താണ് എന്നാണ്. അങ്ങനെ രണ്ട് കൈകളും കഴുകുകയാണെങ്കിൽ നീങ്ങുന്നതാ ദാരിദ്ര്യവും അത് കൊണ്ട്. നിങ്ങളെ കുടുംബത്തിൽ പിന്നെ ദാരിദ്ര്യം വരൂല, നിങ്ങളെ കുടുംബത്തിൽ പിന്നെ പ്രയാസങ്ങൾ തേടി വരൂല. നിങ്ങളെ കുടുംബത്തിന്റെ അകത്തേക്ക് കഷ്ടപ്പാടുകളെ, പ്രതിസന്ധികളെ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെ അല്ലാഹു നിങ്ങൾക്ക് തരൂല. കാരണം എന്താണ്? നിങ്ങളെ കുടുംബത്തിലെ ബറക്കത്തുള്ള റൂമാണ് നിങ്ങളെ അടുക്കള. ആ അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം ബറക്കത്തോടു കൂടിയാണ് നമ്മൾ പാചകം ചെയ്തതെങ്കിൽ, ആ ബറക്കത്തോടുകൂടി പാചകം ചെയ്ത ഭക്ഷണത്തെ ബറക്കത്തോടു കൂടിയാണ് കഴിക്കുന്നതെങ്കിൽ പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ ബറക്കത്തുള്ള ഭക്ഷണമുള്ള വീട്ടിലേക്ക് അല്ലാഹു പ്രയാസങ്ങളെ കൊണ്ടുവരില്ല, ദാരിദ്ര്യങ്ങളെ അല്ലാഹു കൊണ്ടുവരില്ല, കഷ്ടപ്പാടുകൾ അല്ലാഹു കൊണ്ടുവരില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, കഴിക്കുന്നത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും രണ്ട് കൈകൾ നമ്മൾ കഴുകാൻ മറന്നു പോകരുതേ. അതുപോലെ ഒരു കൈ കഴുകി നിർത്തുന്നതും സുന്നത്തതിൽ ലഭിക്കാത്തതാണെന്നുള്ളതാ. ഉസ്താദേ, എന്തിനാ രണ്ട് കൈകളെ കഴുകുന്നത്? ഭക്ഷണം കഴിക്കുന്നത് വലത് കൈയുണ്ടല്ലേ, പിന്നെ എന്തിനാ രണ്ട് കൈകളെ കഴുകുന്നത്? അങ്ങനെ ചോദിക്കുന്നവരുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, അങ്ങനെ മനസ്സിലാക്കുന്നവരുണ്ട്. അവരോടായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു കൈ മാത്രം കഴുകിയാൽ സുന്നത്ത് ലഭിക്കൂല ചെറുപ്പക്കാരാ, ഒരു കൈ മാത്രം കഴുകിയാൽ സുന്നത്ത് ലഭിക്കൂല പെങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, കഴുകുമ്പോ രണ്ട് കൈകളും കഴുകണേ. ഒരു കൈ കഴുകി കണ്ട് ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്നാൽ കൈ കഴുകിയ സുന്നത്ത് നമുക്ക് ലഭിക്കൂല, ലഭിക്കൂല, ലഭിക്കൂല. അതുകൊണ്ടാണ് മഹാനവർ പറയാണ്, അതുപോലെ ഒരു കൈ കഴുകി നിർത്തുന്നതോ സുന്നത്തതിൽ ലഭിക്കാത്തതാണെന്നുള്ളതാ. അതുകൊണ്ട് ഇരു കൈ കുഴവേറെ കഴുകേണ്ടതാ. ഇതിനെ സുനോഹ തൊന്നതിൽ കാണുന്നതാ. ആദ്യത്തിലായി കൈ കഴുകണം, എന്നാൽ അതിൽ ബറക്കത്ത് വന്ന് ചൊന്നതാ. അതുപോലെ തന്നെ അവസാനവും കഴുകേണ്ടതാ. നബി തന്നെ സൽമാനോടതും കൽപ്പിച്ചതാ. മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ
സുഹാബേ, മദീനയിൽ ചെന്നാൽ കാണാമല്ലോ സൽമാനുൽ ഫാരിസ് ഉപയോഗിച്ചിരുന്ന കിണറുണ്ട്, സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ജോലി ചെയ്തിരുന്ന തോട്ടമുണ്ട്. മസ്റഅത്തു സൽമാൻ എന്ന മനോഹരമായ ഈത്തപ്പനത്തിന്റെ അരികിലൂടെ വെള്ളം ഇങ്ങനെ ചാലിട്ടൊഴുകിക്കൊണ്ടിരിക്കുന്ന സുന്ദരമായ മസ്റഅത്തു സൽമാൻ ഞാനത് കണ്ടതാണ്. ഇനിയും നമുക്ക് പോവാനും കാണാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സഹാബിയാണ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഫാരിസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, രണ്ട് കൈകളും കൈകളും സൽമാനെ, രണ്ട് കൈകളും കൈകളും സൽമാനെ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ട് കൈകളും കൈകളെ സൽമാനെ. അങ്ങനെ നിങ്ങൾ കഴിഞ്ഞാൽ എന്നാൽ അതിൽ ബറക്കത്ത് വന്നെത്തുന്നതാ. അല്ലാഹു നിങ്ങൾക്ക് അതിൽ വലിയ ബറക്കത്ത് തരുമെന്നാണ്. അതുപോലെ തന്നെ അവസാനവും കഴിക്കേണ്ട കഴുകേണ്ടതാ. നബി തന്നെ സൽമാനോടതും പഠിപ്പിച്ചതാ. ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് രണ്ട് കൈകൾ കഴുകുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് കൈകൾ കഴുകുക അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്താണ്. അപ്പൊ നമ്മൾ പഠിച്ചു ഭക്ഷണത്തിന്റെ മുമ്പിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ രണ്ട് കൈകളും വളരെ വൃത്തിയായിട്ട് നമ്മൾ കഴുകണം, വളരെ വൃത്തിയായിട്ട്. കാരണം ആ കൈകളെ കൊണ്ട് എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമ്മൾ അറിയാതെ ചിലപ്പോൾ ഇവിടെ എങ്ങനെ ആക്കും, ഇവിടെ എങ്ങനെ ആക്കും, എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, നമുക്കൊന്നും പറയാം. ഇനിയിപ്പോ ഒന്നും ചെയ്തില്ല, കൈകൾ നിങ്ങൾ ഇങ്ങനെ സൂക്ഷ്മതയോടെ കൊണ്ട് നടന്നു, എന്നാലും നിങ്ങൾ കൈ കഴുകണം. എൻ്റെ കൈ ഒന്നുമില്ല ഉസ്താദേ, ഞാൻ ഇപ്പോൾ കഴുകിയിട്ടുള്ളൂ, ഞാൻ ഇപ്പോൾ കുളിച്ചു വരികയാണ്, എൻ്റെ കൈ ശുദ്ധിയായിട്ടുണ്ട്, എന്നാലും വേണ്ടില്ല. മുച്ചുനബി പറഞ്ഞത് എന്താ? ഭക്ഷണത്തിന്റെ മുമ്പിൽ കൈ കഴുകണം. ആ സുന്നത്ത് കിട്ടണമെങ്കിൽ അപ്പൊ തന്നെ കഴുകണം. അപ്പൊ നിങ്ങൾ കുളിച്ചു വരും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 11:30 നിങ്ങൾ കുളിച്ച് റൂമിലേക്ക് ഫ്രഷായി വരികയാണ്. 11:35 നിങ്ങൾ ഭക്ഷണം കഴിക്കണം. ഉദാഹരണം കേട്ടോ, ഇന്ന് 11:35 ഞാൻ ഭക്ഷണം കഴിക്കാൻ നിൽക്കണ്ട, ഉദാഹരണം പറയണം. അപ്പൊ 11:30 നമ്മൾ കുളിച്ച് ഫ്രഷായി വന്നു, 11:35 നമ്മൾ ഭക്ഷണം കഴിക്കണം. അപ്പൊ ഒരാളിങ്ങനെ ചിന്തിക്കാം, ഈ മൂല്യരെന്തിനാ അങ്ങനെയൊക്കെ പറയണേ? കാരണം 11:30 ഞാൻ കുളിച്ചിട്ടുള്ളൂ, 15:35 കൈമ ചളിയൊന്നുമില്ലല്ലോ, ചളിയൊന്നുമില്ല. പക്ഷെ എന്നാലും കഴുകണം. കാരണം എന്താ? കഴുകുന്നതിന്റെ സുന്നത്ത് ഭക്ഷണം കഴിക്കുമ്പോ കൈ കഴുകുന്നതിന്റെ സുന്നത്ത് കിട്ടണമെങ്കിൽ അന്ത സ്പോട്ടിൽ കഴുകണം. തിരിഞ്ഞോ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത്. ചെറിയ മക്കളുണ്ടാവും, ചെറിയ കുട്ടികൾ, അവർക്ക് പിന്നെ കൈ കഴുകണമെന്നോ ഒന്നും അറിയില്ലല്ലോ. ആ ചെറിയ മക്കളുടെ കൈ നമ്മളാണ് കഴുകി കൊടുക്കേണ്ടത്. അത് രക്ഷിതാക്കളുടെ, മാതാപിതാക്കളുടെ കടമയാണ് എന്നാണ്. അപ്പൊ ചെറിയ മക്കളെ ചെറുപ്പത്തിലെ ശീലിക്കാം. മോനെ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ചോദിക്കാം, അല്ല കുഞ്ഞുമോനെ കൈ കഴുകിയോ, മോനസ് കൈ കഴുകിയോ, നമ്മൾ ചോദിക്കണം. അപ്പൊ അവരെ മനസ്സിലേക്ക് ഇങ്ങനെ, മൈൻഡിലേക്ക് ഇങ്ങനെ വരും, ആ കൈ കഴുകിയിട്ടില്ലെങ്കിൽ ഭക്ഷണം കിട്ടൂല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകൽ സുന്നത്തുണ്ട്. അത് അവരെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും. ചെയ്യിപ്പിക്കണം നമ്മൾ ചെറിയ മക്കളെ കൊണ്ട്. കൈ രണ്ട് കൈകളും കഴുകിപ്പിച്ചിട്ട്, ഒരു കൈയല്ല, മക്കളുടെ കൈ പ്രത്യേകിച്ച്. കാരണം ചെറിയ മക്കളായതുകൊണ്ട് പല സ്ഥലങ്ങളിലും പല മണ്ണും മറ്റും കളിക്കുന്ന സമയത്ത് പലതും അവരെ കയ്യിലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രണ്ട് കൈകളും നിങ്ങൾ വൃത്തിയോടെ കഴുകിയിട്ട് വേണം ബറക്കത്തുള്ള ഭക്ഷണത്തിന്റെ മുമ്പിലിരിക്കാൻ. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഭക്ഷണത്തിന്റെ ബറക്കത്ത് ലഭിക്കുന്നത്, അല്ലാതെ ഭക്ഷണത്തിന്റെ ബറക്കത്ത് ലഭിക്കില്ല. അങ്ങനെ മാഷാ അല്ലാഹ് രണ്ട് കൈകളും കഴുകി, വായ കഴുകി വൃത്തിയാക്കണം. രണ്ട് കൈകളും നമ്മുടെ വായയും കഴുകിയിട്ട് ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കണം. ഇനി ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കേണ്ടത് എങ്ങനെയാ? അത് ഉസ്താദ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അതിപ്പോ പറഞ്ഞു തന്നാൽ ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. രണ്ട് രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്നത്? ഒരു രൂപം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോയിൽ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. നമ്മള് നമസ്കരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന അതേ രൂപത്തിൽ ഇരുന്നിട്ട് വലത് കാലിങ്ങനെ പൊക്കി വെക്കുക, വലത് കാലിങ്ങനെ പൊക്കി വെച്ചിരിക്കുക. ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന രൂപത്തിൽ ഇരുന്നിട്ട് വലത് കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് വേണം ഇരിക്കണമെങ്കിൽ. ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് ഇരിക്കേണ്ടത്. അതാ ഈ രൂപത്തിൽ വലത് കാലിങ്ങനെ പൊക്കി വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്നത് എന്നാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഇരുന്നിരുന്നു എന്നാണ്. അവനിപ്പോ ടേബിളിന്മേലാണല്ലോ അധികം നമ്മൾ ഭക്ഷണം കഴിക്കുക അല്ലേ? ഇനിയിപ്പോ ടേബിളിന്മേൽ കയറിയിട്ട് അങ്ങനെ ഇരിക്കേണ്ടി വരും?
അല്ല, ടേബിളിന്മേൽ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്നില്ല തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിലത്ത് നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കണമെന്നാണ് പറയുന്നുണ്ട്. മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചെറിയ മോനല്ലേ, അപ്പൊ ചെറിയ മോനായ ആ ഒരു സമയത്ത് മഹാനവറുകളുടെ ഉസ്താദായ മാലിക് ഇമാമിന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്ന സമയം മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ രണ്ട് കൈകളും കഴുകി കൊടുത്തിയെന്നാണ്. മാതൃകാപരമായി ബഹുമാനപ്പെട്ട മാലിക് ഇമാം എന്ന ഉസ്താദ് ഷാഫി എന്ന പ്രിയപ്പെട്ട കുഞ്ഞു ശിഷ്യനെ കാണിച്ചു കൊടുക്കുകയാണ്. രണ്ട് കൈകളും കൈകളും ഷാഫിയേ, എന്നിട്ട് എന്റെ ഉസ്താദായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു എനിക്ക് ഇരുത്തം പഠിപ്പിച്ചു തരികയാണ്. ഇരുത്തം എനിക്ക് പഠിപ്പിച്ചു തരികയാണ്. വലത് കാലിനെ നാട്ടിവെച്ച് വലത് കാല് ഉയർത്തി വെച്ചിട്ടാണ് എന്റെ ഉസ്താദിലേക്ക് ഭക്ഷണത്തിന്റെ മുമ്പിലിരിക്കാൻ പഠിപ്പിച്ചു തന്നതെന്ന് പറയുന്നതാരാ? മഹാനായ ഇമാമിന ശാഫഈ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ നമ്മൾ ഇരിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നറിയോ? അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പിൽ നിങ്ങൾ നിലത്തിരുന്നിട്ടാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ഇരിക്കേണ്ടത്. കാരണം എന്താണ്? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആമാശയം ഇങ്ങനെ ചെറുതാകുമെന്നാണ്. അങ്ങനെ ഇരിക്കുന്നവന്റെ ആമാശയം ചുരുങ്ങുമെന്നാണ്. അപ്പൊ ചുരുങ്ങുമ്പോ അമിതമായിട്ട് അവന് ഭക്ഷണം കഴിക്കാൻ കഴിയൂല. ആമാശയം വലുതാകുമ്പോ ഇങ്ങനെ ഇരുന്നാൽ ആമാശയം വലുതാകുമ്പോ നമ്മൾ നല്ലവണ്ണം ഭക്ഷണം കഴിക്കേണ്ടി വരും, നല്ലോണം കോളിംഗ് ഉണ്ടാവും. നേരെ മറിച്ച് ഈ ഇരുത്തം നിമിഷവാസമാതങ്ങൾ പഠിപ്പിച്ചെന്ന ആ ഇരുത്താണെങ്കിലോ ആമാശയം ഇങ്ങനെ ചുരുങ്ങിയിരിക്കും. അവ ചുരുങ്ങുമ്പോ അമിതമായി ഭക്ഷണം കഴിക്കാൻ കഴിയൂല. അമിത ഭക്ഷണം ശരീരത്തിന് ആപത്താണ് പഠിപ്പിക്കുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, ക്ലാസ് കേട്ട് കൊടുങ്ങോലോ, അങ്ങനെയല്ല, നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് വിശപ്പ് മാറുന്നതിനുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം, അമിതമായി നമ്മൾ കഴിക്കരുത് എന്നാണ്. അമിതമായി ഭക്ഷണം കഴിക്കരുത്, ശരീരത്തിന് അത് ക്ഷീണമാണ്, ശരീരത്തിന് അത് തളർച്ചയെ ഉണ്ടാക്കുകയുള്ളൂ. ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കണം. മക്കൾക്കൊക്കെ ആവശ്യത്തിനുള്ള ഭക്ഷണം കൊടുക്കണം. ഇത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കരുത്. കാരണം ശരീരത്തിലേക്ക് ആവശ്യത്തിനധികം ഭക്ഷണം വന്നാൽ അത് പല രോഗാണുക്കൾക്കും അത് പല രൂപത്തിലൂടെ അഫക്റ്റ് ചെയ്ത് പല രോഗങ്ങൾക്കും അത് കാരണമാണ്. അപ്പൊ ശാസ്ത്രം പറയുന്നുണ്ട്, അങ്ങനെ ഇരിക്കുമ്പോൾ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന അതേ രൂപത്തിൽ ഇരിക്കുമ്പോൾ ആമാശയം ചുരുങ്ങും. അതുകൊണ്ട് അധികമായി ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്നത് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നിലത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നവർ അങ്ങനെ കഴിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്. ഇനിയും പറയട്ടെ, സുന്നത്ത് പറയട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ, ഈ കാലഘട്ടത്തെ അങ്ങനെ നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിക്കാറില്ലല്ലോ, ടേബിളിനോട് ചേർന്നിരുന്നിട്ടല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ടേബിളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ചുകൊണ്ടല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ചെയറിൽ ഇരുന്ന് കൊണ്ട്, കസേരയിൽ ഇരുന്ന് കൊണ്ടല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? അങ്ങനെ ഇരിക്കുമ്പോഴും എങ്ങനെ ഇരിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾ ഉയർന്നിരുന്ന സ്ഥലത്താണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹുവോട് പറയാണ്, മോനെ, ഇദ്നു യാ ബുനയ്യ, ഇദ്നു യാ ബുനയ്യ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു ഒരു ടേബിൾ പോലത്തെ ഉയർന്ന സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇദ്നു യാ ബുനയ്യ, മോനെ, ഭക്ഷണത്തിനോട് ടേബിളിനോട് നീ ചേർന്നിരിക്കണം മോനെ, ടേബിളിനോട് നീ ചേർന്നിരിക്കണം മോനെ. നീ ചെയറിലിരിക്കുകയാണെങ്കിലും കസേരയിലിരിക്കുകയാണെങ്കിലും ആ ടേബിളിനോട് നീ ചേർന്നിരിക്കണം മോനെ. ടേബിൾ ഒരു ഭാഗത്ത് നീ വിദൂരത്താവാൻ പാടില്ല, ടേബിളിലേക്ക് അടുത്തുകൊണ്ട് ചേർന്നിട്ട് ഇരിക്കണമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാതെ നമുക്കൊന്നും വിട്ടുപോയിട്ടില്ല. നമ്മൾ എന്തെല്ലാം ചെയ്യാനുണ്ടോ എല്ലാം മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നതാണ്. ആരംഭ റസൂലുള്ളാഹി പറഞ്ഞു, യാ ബുനയ്യ, കുഞ്ഞുമക്കളെ മുത്തുനബി അങ്ങനെയാണ് വിളിക്കാറുള്ളത്. യാ ബുനയ്യ, കുഞ്ഞുമോനെ, എന്റെ പ്രിയപ്പെട്ട പൂമ്പാറ്റ കുഞ്ഞെ, എന്റെ കുഞ്ഞുമോനെ,
സൗഹൃദത്തോടെ സന്തോഷത്തോടെയാണ് അള്ളാഹുവിന്റെ ഹബീബ് മക്കളെ വിളിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ വിളിക്കാൻ യാ ബുനയ്യ, എന്റെ മോനെയോ എന്റെ കുഞ്ഞുമോനെ വിളിക്കൂല, നമ്മൾ അതേ പ്രകാരം തന്നെ യാ ബുനയ്യ, കുഞ്ഞിമോനെ, അങ്ങനെ വിളിക്കണം മക്കളെ. ഇത് ഭക്ഷണത്തിന് ഒരു വർഷം വിളിക്കും, മോനെയോ ഭക്ഷണത്തിന് വാ, അല്ലെങ്കിൽ കുഞ്ഞുട്ടിയെ പൂമോളെ ഭക്ഷണത്തിന് വാ, പിന്നെയും കണ്ടിട്ടില്ലെങ്കിൽ പൂമോളെ ഭക്ഷണത്തിന് വാ, പിന്നെയും കണ്ടിട്ടില്ലെങ്കിൽ പേരിങ്ങോട്ട് വിളിക്കും അല്ലേ. ലുലു ജാസ്മിൻ, ഞാൻ എന്നോടല്ല ഭക്ഷണത്തിന് വരാൻ പറഞ്ഞ്. അപ്പൊ നമ്മുടെ ശൈലി മാറി. അങ്ങനെയല്ല മക്കളോട് നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. മക്കളോട് നമ്മളെ ദേഷ്യം പിടിക്കരുത്. നമ്മൾ മയത്തോടുകൂടി നമ്മൾ പെരുമാറണം. കാരണം എന്താ, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു എന്നാണ്. യാ ബുനയ്യ, അള്ളാഹുവിന്റെ ഹബീബ് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ, മഹാനവറുകൾ 40 ഉപദേശങ്ങൾ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. 40 ഉപദേശങ്ങൾ. ആ ഉപദേശങ്ങൾ 40 ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ മഹാനവറുകൾ അതിന്റെ ഒക്കെ തുടക്കത്തിൽ പറയുന്നത് യാ ബുനയ്യ, യാ ബുനയ്യ, യാ ബുനയ്യ, മോനെ, കുഞ്ഞിമോനെ, കുഞ്ഞിമോനെ, സൗഹൃദത്തോടെ വിളിക്കാൻ. ആ കിതാബിന്റെ പേരെന്നതാണ്? മാഷാ അല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ മഹത്തുക്കളൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചെടുക്കാനുണ്ട്. മക്കളെ നമ്മൾ അങ്ങനെ അഭിസംബോധന ചെയ്യണമെന്നാണ്. അപ്പൊ മക്കൾക്ക് നമ്മോടുള്ള സ്നേഹം വർദ്ധിക്കുമെന്നാണ്. മക്കൾ നിങ്ങൾ എത്രത്തോളം ദേഷ്യപ്പെടുന്നോ അത്രത്തോളം മക്കളുടെ മനസ്സിലേക്ക് വൈരാഗികത കടന്നു വരുമെന്നാണ്. അത് നമ്മൾ വളരെയധികം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പ്രായമാകുമ്പോൾ അവർ നമുക്കെതിരെ അതുകൊണ്ട് തിരിച്ചടിക്കുന്ന ഒരു സ്വഭാവം വരും. മക്കളോട് കരുണയോടെ പെരുമാറണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ മക്കളെ നിങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് മോനെ വാ ഒരു മിഠായി തരാന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വിളിച്ച് മിഠായി കൊടുത്തിട്ടില്ലെങ്കിൽ മക്കളോട് കാണിക്കുന്ന ക്രൂരതയാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, മഹാനായ ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുന്നത് ടേബിളിന്റെ അകത്ത്, അഥവാ അന്ന് കാലത്ത് ഇപ്പൊ ടേബിളൊന്നുമില്ല, എന്നാലും ഉയർന്ന സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇതിന് യാ ബുനയ്യ, അടുത്തേക്ക് ഇരിക്കും മോനെ. അപ്പൊ അടുത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പൊ എന്താ, അൽഹംദുലില്ലാ, അപ്പൊ ടേബിളിന്റെ അകത്ത് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എങ്ങനെ കഴിക്കണമെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിന്റെ മര്യാദകൾ മുച്ചുനബി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്ന കൈകൾ കഴുകണം, വായ കഴുകണം. ഉയർന്ന സ്ഥലത്തിരിക്കുകയാണെങ്കിൽ ടേബിളിനോട് ചേർന്നിരിക്കണം, നിലത്തിരിക്കുകയാണെങ്കിൽ ഇരിക്കേണ്ട രൂപം പറഞ്ഞു തന്നല്ലോ. ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ വല്ലാതെ അമിതമായി ചാരിയിരുന്ന് കണ്ട് ഭക്ഷണം കഴിക്കരുതേ സ്വഹാബാ. അമിതമായി നമ്മൾ ചാരിയിരിക്കരുത് എന്നാണ്. നമ്മുടെ സ്പൈനൽ കോഡ് നെറ്റലിൽ നിവർന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കണം. അമിതമായി പുറം ഭാഗത്തേക്ക് നിങ്ങൾ ചാരാൻ പാടില്ല. അമിതമായി നിങ്ങൾ ഭക്ഷണത്തിലേക്കും ചാഞ്ഞിരിക്കാൻ പാടില്ല. നേരെ ഇരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അമിതമായിട്ട് 2 ഭാഗത്തേക്കും ചെരിഞ്ഞിരുന്നു കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കരുതേ സ്വഹാബാ. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ബഹുമാനപ്പെട്ട അബീ ജുഹൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനവറുകൾ പറയുകയാണ്, കുൻതു ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഫഖാല ലിറജുലിൻ ഇൻദഹു, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് ഒരു ചെറുപ്പക്കാരൻ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരനോട് പറയുന്ന, മോനെ ഒരിക്കലും നല്ല അമിതമായി ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കല്ലേ മോനെ, അമിതമായി ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കല്ലേ മോനെ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ടേബിളിന്റെ അകത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരുങ്ങുമ്പോൾ ആ ഭക്ഷണത്തിലേക്ക് അമിതമായി കമിഴ്ന്ന് കിടന്ന് നിങ്ങൾ ചാരിയിരിക്കാൻ പാടില്ല. ഭക്ഷണം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പുറം ഭാഗത്തേക്ക് അമിതമായി നമ്മൾ ചാരാൻ പാടില്ല. 2 ഭാഗത്തേക്കും അമിതമായി കൂടുതൽ ചാരിയിരിക്കാതെ ചാരിക്കിടക്കാതെ നിങ്ങൾ നിവർന്നിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കണം. അത് സുന്നത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മുത്തുനബി എന്ത് പറഞ്ഞാലും അതിലൊരു രഹസ്യമുണ്ടാകും ചെറുപ്പക്കാരാ. നമ്മുടെ ഹബീബ് നമുക്ക് എന്ത് പഠിപ്പിച്ചു തന്നാലും അതിലൊരു രഹസ്യമുണ്ടാകും പ്രിയപ്പെട്ടവരെ. ഒരിക്കലും നല്ല മുത്തുനബി പറഞ്ഞതല്ലേ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഒരിക്കലും നിങ്ങൾ അമിതമായി ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് ശാസ്ത്രലോകം ഇന്നത് വെളിപ്പെടുത്തിയില്ലേ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ സ്പൈനൽ കോഡ് നിങ്ങളുടെ
എല്ലാ ഭാഗങ്ങളും നേരെ ഇരുന്നു കൊണ്ട് നിങ്ങൾ കഴിക്കുമ്പോഴാണ് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ആ ഭക്ഷണം എഫക്ട് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ഹബീബേ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഭക്ഷണം എന്നുള്ളത് ബറക്കത്തുള്ള ഭക്ഷണമല്ലേ, അല്ലാഹുവിന്റെ ബറക്കത്തല്ലേ, അല്ലാഹു തന്ന നിഅമത്തല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഒരിക്കലും നല്ല കമഴ്ന്ന് കിടന്നുള്ള ഭക്ഷണം കഴിക്കരുത് സ്വഹാബ. കമഴ്ന്ന് കിടന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ്. അത് നിങ്ങളെ ശരീരത്തിൽ അപകടം ചെയ്യുന്ന കാര്യമാണ്. കമഴ്ന്ന് കിടന്ന് ഭക്ഷണം കഴിക്കുന്നവരാരാണ്? അവർക്ക് ശരീരത്തിൽ അപകടം പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ പഠിപ്പിച്ചു തരാറുണ്ട് സ്വഹാബ. അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളോട് പറയുമായിരുന്നു, ഒരിക്കലും തന്നെ നിങ്ങൾ കമഴ്ന്ന് കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്. ഇനി രോഗിയാണെങ്കിൽ ഇരുന്ന് കണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ, അതല്ലെങ്കിൽ മലർന്ന് കിടന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ, അങ്ങനത്തെ ആളുകൾക്ക് കമഴ്ന്ന് കിടന്ന ഭക്ഷണം കഴിക്കാൻ പ്രശ്നമില്ല. കാരണം എന്താണ്? ഇരുന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരല്ലേ. ഇനി നമ്മുടെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മുടെ പുറം ഭാഗത്ത് വലിയൊരു മുറിവുണ്ട്, ഇരിക്കാനും കഴിയുന്നില്ല, മലർന്ന് കിടക്കാനും കഴിയുന്നില്ല, കമഴ്ന്നുകൊണ്ട് മാത്രമേ കിടക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കമഴ്ന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാം, അല്ലാതെ നിങ്ങൾ കമഴ്ന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുതേ. ചെറിയ മക്കൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ. കാരണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്ത് നബി പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതൊന്നും പുലരാതെ പോയിട്ടില്ല. ആ മുത്തങ്ങൾ ഒരു വാക്ക് നമ്മോട് പറയുകയാണെങ്കിൽ അതിൽ വലിയ രഹസ്യമുണ്ടെന്ന് മുത്ത് മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, അങ്ങനെ ഭക്ഷണത്തിന്റെ സുന്നത്തുകൾ മുത്തുനബി വീണ്ടും പറയട്ടെ, ഞാൻ ചുരുക്കി പറയുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കണേ സ്വഹാബ. ഒറ്റയ്ക്കിരുന്നിട്ടല്ല നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം സ്വഹാബ. മാതാപിതാക്കളും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ സ്വഹാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുലൂ ജമീഅ വലാ തഫറഖൂ. ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ. വലാ തഫറഖൂ. ഒരാൾ അവിടെ ഒരാൾ ഇവിടെ അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ട. അതിൽ അല്ലാഹു ബറക്കത്ത് തരൂല. ഫഇന്നൽ ബറകത മഅൽ ജമാഅ. അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരുന്നത് ഒരുമിച്ചിരിക്കുമ്പോഴാണ്, കൂടിയിരിക്കുമ്പോഴാണ്, ഒരുമിച്ചിരിക്കുമ്പോഴാണ്, ഒരുമിച്ചൊരു സംഘമായിട്ടിരിക്കുമ്പോഴാണ് അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരുന്നത്. അതുകൊണ്ട് അന്യപുരുഷനും അന്യ സ്ത്രീയും ഇടകലരാതെ ഒരുമിച്ചിരുന്ന് കൊണ്ടാണ് അന്യപുരുഷന്മാരില്ലാത്ത ഭാഗങ്ങളിൽ സഹോദരിമാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഭാഗത്തൊക്കെ ഒരുമിച്ചിരിക്കുക. അന്യ സ്ത്രീ ഇല്ല എന്നുണ്ടെങ്കിൽ പുരുഷന്മാരൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഒരിക്കലും നല്ല ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിലാണെങ്കിലും അന്യപുരുഷനും അന്യ സ്ത്രീയും ഒരുമിച്ചിരിക്കാൻ പാടില്ല. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഇന്ന് വിവാഹങ്ങളൊന്നും ഇപ്പൊ നടക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, പലരും ഓഡിറ്റോറിയത്തിൽ വിവാഹം നടത്തുമ്പോ സൗകര്യങ്ങൾക്കനുസരിച്ച് ഓഡിറ്റോറിയം നമുക്ക് നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. എന്നാലും എന്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, ഓഡിറ്റോറിയത്തിന്റെ അകത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ പല ഓഡിറ്റോറിയങ്ങളിലും അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും ഇടകലർന്നിട്ടാണ് ഇരിക്കാറുള്ളത്. അത് വിവാഹത്തിന്റെ, കല്യാണത്തിന്റെ, വിവാഹത്തിന്റെ ബറക്കത്ത് നഷ്ട
നഷ്ടപ്പെടാൻ കാരണമാണ്. അങ്ങനെ ഒരുമിച്ചിരിക്കാൻ പാടില്ല. അവിടെ മറവെക്കൽ നമുക്ക് നിർബന്ധമാണ്. പുരുഷന്മാർക്ക് ഒരു ഭാഗം, സ്ത്രീകൾക്ക് മറ്റൊരു ഭാഗവുമായിട്ട് നമ്മളങ്ങനെ മാറ്റിവെക്കൽ മുസ്ലിമേ നമ്മുടെ ബാധ്യതയാണ്. കാരണം നമ്മുടെ വിവാഹത്തിലുള്ള ബറക്കത്ത് അല്ലാഹു നഷ്ടപ്പെടുത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കണേ സ്വഹാബ, അതിലാണ് ബറക്കത്തുള്ളതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്നാൽ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അല്ലേ. ഇപ്പൊ നമ്മൾ സാമൂഹിക അകലം പാലിച്ചുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാം ചെയ്യാറുള്ളത്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും എന്താണെങ്കിലും ഈ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. സാമൂഹിക അകലം നമ്മൾ പാലിച്ചിരിക്കണം. കാരണം എന്താ, നമ്മുടെ ആരോഗ്യ പ്രവർത്തകന്മാരുടെ നിർദ്ദേശമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയം, ഇപ്പൊ ഈ കൊറോണ, ഈ ഒരു വൈറസ് ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ അകലം പാലിച്ചിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ സമയം നമ്മൾ അകലം പാലിച്ചിരിക്കണം. യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴുമുള്ള സുന്നത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഒരു സമയം, ഈ ഒരു വൈറസ് മാറിക്കിട്ടുന്നത് വരെ, ഈ ഒരു രോഗം നമ്മളിൽ നിന്ന് ഇല്ലാതെയാകുന്നത് വരെ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ഒറ്റയ്ക്കിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതല്ലെങ്കിൽ വിഷയം പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു എന്നാണ് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എങ്ങനെയാണ്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അൽഹംദുലില്ലാ, അങ്ങനെ നമ്മൾ കഴിക്കാറുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഉമ്മയുടെ കൂടെ, നമ്മുടെ വാപ്പയുടെ കൂടെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? പലർക്കും ഇന്നതൊരു മടിയായിട്ട് തോന്നുന്നുണ്ട് അല്ലേ. ഉമ്മയുടെ കൂടെ വാപ്പയുടെ കൂടെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമല്ലേ. അത് വല്ലാത്തൊരു സന്തോഷം അല്ലേ. ഞങ്ങളൊക്കെ ഞങ്ങൾ ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മ അടുത്തുണ്ടാവും. ഉമ്മ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉമ്മ കയ്യിലിങ്ങനെ ചോറിന്റെ ഭക്ഷണത്തിന്റെ ഉരുള കയ്യിലാക്കിയിട്ട് അത് കയ്യിലിങ്ങനെ പൊത്തി പിടിക്കും ഞങ്ങൾ കാണാതെ. എന്നിട്ട് അത് വലിയ നമ്മുടെ പ്ലേറ്റിലേക്ക് വെച്ച് തന്നിട്ട് നമ്മുടെ ഭക്ഷണം ഇങ്ങനെ കൂട്ടി കഴിക്കും. നമ്മൾ കാണില്ല, ഭക്ഷണം കുഴച്ചു തരികയാണെന്ന രൂപത്തിൽ ഇങ്ങനെ കാണിച്ചു തരും. നിങ്ങളൊക്കെ ഉമ്മമാരങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടാവും. അള്ളാഹു നമ്മുടെ ഉമ്മക്ക് സ്വർഗം കൊടുക്കട്ടെ, അള്ളാഹു നമ്മുടെ വാപ്പക്ക് സ്വർഗം കൊടുക്കട്ടെ. ഞങ്ങളെ മാതാപിതാക്കൾ കൂടെ ഇനി സ്വർഗീയ ലോകത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണമല്ല. അതാണ് നമ്മുടെ വിജയം. എൻ്റെ ഉമ്മ മരിക്കുന്നതിൻ്റെ തലേ ദിവസം, ഉമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതാണ്. ഒരുമിച്ചിരുന്ന് ഒരേ രൂപത്തിലിരുന്ന് ഭക്ഷണം കഴിച്ച് അവസാനത്തെ ഭക്ഷണം കഴിക്കൽ അങ്ങനെയാണ്. നമ്മൾ അങ്ങനെയാണ്, അങ്ങനെയാവണം. നമ്മൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഇത് ഭാര്യ അടുക്കളയിൽ പാവം ആരുമില്ല, എപ്പോഴും അടുക്കളയിൽ തന്നെ, ഭക്ഷണം കഴിക്കുമ്പോഴും അടുക്കളയിൽ തന്നെ, ഭർത്താവ് ടേബിളിൻ്റെ അവിടെ, മക്കൾ സിറ്റ് ഔട്ടിൽ. അങ്ങനെയാവരുത്. അങ്ങനെയല്ല നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കേണ്ടത്. ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഇന്നൽ ബറകത മഅൽ ജമാഅ. നിങ്ങൾ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാമെന്നാണ്. അങ്ങനെ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ മുത്തുനബി പറയുകയാണ്, നിങ്ങൾക്ക് മാനസികമായ ഒരു പൊരുത്തം അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്നാണ്. ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നവരുടെ കുടുംബത്തിന്റെ മാനസികമായ പൊരുത്തം അല്ലാഹു നൽകുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. അതിലൂടെ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരും സ്വഹാബാ. ആ കുടുംബത്തിന്റെ അകത്തെ ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളൊക്കെ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്ന കുടുംബത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ പറന്നിറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടല്ലേ ഒരു സ്വഹാബി ബഹുമാനപ്പെട്ട വഹ്ശി ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട വഹ്ശി ഇബ്നു ഹർബ് തങ്ങൾ പറയുന്നു, ഞാൻ മുത്തുനബിയുടെ കൂടെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്നാ അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരു ചെറുപ്പക്കാരൻ വന്ന് പരാതി പറയുകയാണ്, നബിയേ ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട് നബിയേ, ഞങ്ങളെ കുടുംബത്തിൽ ധാരാളം ഭക്ഷണം ഞങ്ങൾ പാചകം ചെയ്യാറുണ്ട് നബിയേ, പക്ഷേ ഞങ്ങൾ
ഞങ്ങളെ വയറ് നിറയാറില്ല നബിയെ, ഞങ്ങളെ വയറ് നിറയാറില്ല നബിയെ, എത്ര ഭക്ഷണം കഴിച്ചാലും വയറ് നിറയാറില്ല നബിയെ. അള്ളാഹുവിന്റെ ഹബീബിനോട് പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫലഅല്ലകും തഅകുലൂന മുതഫർരിഖീൻ. അള്ളാഹുവിന്റെ ഹബീബ സ്വഹാബിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണോ ഭക്ഷണം കഴിക്കാറുള്ളത് മോനെ, അതല്ല നിങ്ങൾ ഒറ്റക്കൊറ്റക്കിരുന്നിട്ടാണോ ഭക്ഷണം കഴിക്കാറുള്ളത്? ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ഒരുമിച്ചാണോ ഒറ്റക്കാണോ നിങ്ങൾ ഇരിക്കാറുള്ളത്? അള്ളാഹുവിന്റെ ഹബീബിനോട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുന്നു, നഅം യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഒറ്റക്കാണ് ഇരിക്കാറുള്ളത് നബിയേ. ഒരുമിച്ചിരിക്കാറില്ല, ഒറ്റക്കാനിരിക്കാറുള്ളത്. ഭക്ഷണത്തിന്റെ മുമ്പിൽ ഒരുമിച്ച് ഞങ്ങൾ ഇരുന്ന് കഴിച്ചിട്ടില്ല. ആരംഭ റസൂലുള്ളാഹി പറയുന്നു, ഫജ്തമിഉ അലാ ത്വാമികും വദ്കുറൂ ഇസ്മല്ലാഹി അലൈഹി യുബാറക ലക്കും ഫീഹി. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വളരെ സത്യമല്ലേ? ആ പ്രവാചകൻ ആ സ്വഹാബിയോട് പറയാണ്, ഫജ്തമിഉ അലാ ത്വാമികും, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമോനെ. ഒരു ടേബിളിന്റെ അകത്ത് ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ആ വീട്ടിൽ എന്തോ ഒരു വലിയ സന്തോഷമാണ്, ആ വീട്ടിൽ എന്തോ ഒരു വലിയ റാഹത്താണ്, ആ വീട്ടിൽ എന്തോ ഒരു വലിയ ബറക്കത്താണ്. ബറക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരെങ്ങനെ ചെയ്യുക? ബറക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരങ്ങനെ ചെയ്യുക, ബറക്കത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരങ്ങനെ തന്നെ ചെയ്യുക. എന്നിട്ട് മുത്തുനബി പറയുന്ന, ഒരുമിച്ചിരുന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കണം. വദ്കുറൂ ഇസ്മല്ലാഹ്, ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കണം മോനെ. നമ്മൾ പറയാറില്ലേ ഉസ്താദേ, ഭക്ഷണം കഴിക്കുന്നുണ്ട് വയറ് നിറയുന്നില്ല. എത്രയോ കൂട്ടുകാരങ്ങനെ പരാതി പറയാറുണ്ട്. അതൊരു രോഗമായിട്ട് മാറുന്നവരുണ്ട്, അവരെ പരിഹസിക്കാൻ പാടില്ല. എത്ര കഴിച്ചാലും വയറ് നിറയാത്ത കുടവയറുമായി, എത്ര കഴിച്ചാലും വയറ് നിറയാത്ത വിശപ്പടങ്ങാത്ത രോഗമുള്ളവരില്ലേ, അവരോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്ന മരുന്നാണ്, നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കണം മോനെ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി നിങ്ങൾ പറയണേ. ആ ബിസ്മി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരുമിച്ച് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നോക്കിയാ നിങ്ങള്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അപ്പൊ ഇരിക്കേണ്ട രൂപം മനസ്സിലായി, കൈകൾ കഴുകേണ്ടത് എങ്ങനെ മനസ്സിലായി, ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കണം, ഒരുമിച്ചിരിക്കണം, അതൊക്കെ പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് ഒരു പോയിന്റ് കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഇരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഒരിക്കലും നിന്നുകൊണ്ട് കഴിക്കരുത്. ഒരിക്കലും നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്, നിന്നുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത്, ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അനസ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട ഖാദിമല്ലേ. ആ അനസ് എന്ന സ്വഹാബി പറയുകയാണ്, അന്നഹു നഹാ അയ്യശറബ റജുലു ഖായിമാ, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച കാര്യമാണ്. ഒരിക്കലും നിങ്ങൾ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പൊ കാല ഖതാദ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു, ഖതാദ എന്ന സ്വഹാബി ചോദിച്ചു, ഫഖുൽനാ ഫൽ അക്ലു, നബിയേ നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത് എന്നല്ലേ തങ്ങൾ പറഞ്ഞത്? അന്നഹു നഹാ അയ്യശറബ റജുലു ഖായിമാ, നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഫഖുൽനാ ഫൽ അക്ലു, അപ്പോൾ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ആരംഭ റസൂലുള്ളാഹി പറഞ്ഞു, ദാക അശറുൻ ഔ അഖ്ബതു, അത് ഏറ്റവും മോശമായ കാര്യമാണ് മോനെ, അത് അപകടം വരുത്തുന്ന കാര്യമാണ് മോനെ.
വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രിയപ്പെട്ടവരെ. നിന്നുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കരുത്, നിന്നുകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കരുത്. നോമ്പ് തുറക്കുകയാണെങ്കിലും അത്താഴം കഴിക്കുകയാണെങ്കിലും മറ്റുള്ള നേരത്തെ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും നല്ല നിന്നുകൊണ്ട് കഴിക്കാൻ പാടില്ല. ഇരിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കണം, അതല്ലെങ്കിൽ സൗകര്യമുണ്ടാക്കി നിങ്ങൾ ഇരിക്കണമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത്. അങ്ങനെയായിരുന്നു. നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക് വലിയ രോഗങ്ങൾ അല്ലാഹു പരീക്ഷിക്കുമെന്നാണ്. മാറാത്ത രോഗങ്ങളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമെന്നാണ്. അതല്ലെങ്കിൽ മരുന്ന് കഴിച്ചാലും ഫലം ചെയ്യാത്ത രോഗങ്ങളെ കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിന്നുകൊണ്ട് നിങ്ങൾ വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിക്കരുത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോഴാണ്, ഭക്ഷണം കഴിക്കുമ്പോഴാണ് നിങ്ങളുടെ ശരീരത്തിൽ അത് അപകടമാണ് സ്വഹാബ. അത് മാലാഖമാരുടെ ക്ഷാപത്തിന് കാരണമാണ് സ്വഹാബ. ആരാണോ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത്, ആരാണോ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്, അവരെ അല്ലാഹുവിന്റെ മലക്കുകൾ ക്ഷപിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ആ ക്ഷാപം വാങ്ങേണ്ട ചെറുപ്പക്കാരാ. രാത്രി കാലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്, അല്ലാഹുവേ, രാത്രി സമയത്ത് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉറക്കു വരാതിരിക്കാൻ വേണ്ടി അങ്ങാടികളിൽ ഇറങ്ങിയിട്ട്, കവലകളിൽ ഇറങ്ങിയിട്ട് ചായ കുടിക്കുന്നവരാണ് നമ്മള്, ഓംലേറ്റ് അടിക്കുന്നവരാണ് നമ്മള്, ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മള്. എത്രയോ കൂട്ടുകാര് നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കാണാറുണ്ട് ചെറുപ്പക്കാരാ. എത്രയോ കൂട്ടുകാര് നിന്നുകൊണ്ട് ചായ കുടിക്കുന്നത് കാണാറുണ്ട്. റോഡ് സൈഡുകളിലുള്ള ചായക്കടകളിൽ കയറിയിട്ട് നിന്നുകൊണ്ട് ചായ കുടിക്കുന്നവര്, നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നവര്, അത് അപകടമാണ്, അത് അപകടമാണ്, അത് അപകടമാണ് മോനെ, അത് അപകടമാണ് മോനെ. അവിടെ ഇരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അങ്ങനെ കട നടത്തുന്നവർ ഇരിക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കുക. കുറച്ച് ചെയർ കൊണ്ട് കൊടുത്താൽ അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ടല്ലോ. എന്നാലും നിങ്ങൾ നിന്നുകൊണ്ട് കഴിക്കരുത് എന്നാണ്. അത് നിങ്ങളെ ശരീരത്തിൽ അപകടം ചെയ്യുന്ന കാര്യമാണ്. അത് നിങ്ങളെ ശരീരത്തിൽ അപകടം ചെയ്യുന്ന കാര്യമാണ്. അനസ് എന്ന സഹാബിയോട് മുത്തുനബി പറയാണ്, അനസേ, നീ ഭക്ഷണം കഴിക്കുമ്പോ ഇരുന്ന് കൊണ്ട് കഴിക്കണം മോനെ, അതിൽ സുന്നത്തുണ്ട് മോനെ, അതിൽ ബറക്കത്തുണ്ട് മോനെ. ആരംഭ റസൂൽ ഇരുന്ന് കൊണ്ടല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല. പറയുന്നതാരാ? മുത്തുനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബി മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വളരെ സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന സുന്നത്തിന് എതിരായി നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അല്ലാഹു മാരകമായ രോഗങ്ങൾ തരുന്നത്. കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഭക്ഷണം കഴിക്കുമ്പോഴാണ്, അതിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ പൂമാലകളെ പോലെ നമുക്ക് ഇറങ്ങി വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബേ, അവിടെ പറഞ്ഞത് എത്ര സത്യമാണ് നബിയേ. യാ റസൂലല്ലാഹ്, അവിടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് എത്ര സത്യമാണ് തങ്ങളെ. തങ്ങൾ ഞങ്ങളോട് പറഞ്ഞതുപോലെ മാറാത്ത രോഗങ്ങളെ കുറിച്ച് ഞങ്ങൾ കേട്ടു തുടങ്ങി നബിയേ. ഇന്നുവരെ ഞങ്ങൾ കേൾക്കാത്ത പേരുകളുള്ള രോഗങ്ങൾ ഞങ്ങൾ കേട്ടു തുടങ്ങി നബിയേ. ഇന്നുവരെ ഞങ്ങളെ ജീവിതത്തിൽ അനുഭവിക്കാത്ത പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി നബിയേ. ഇതൊക്കെ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ചെറുപ്പക്കാരാ. ആരംഭ റസൂലുള്ള പഠിപ്പിച്ചു തന്ന ഭക്ഷണ രീതി ഉണ്ടല്ലോ മുസ്ലിമേ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ടുവരേണ്ടത്. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് അപകടങ്ങൾ സംഭവിക്കുന്നത്. അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ, അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. പഠിച്ച കാര്യങ്ങൾ മുഴുവനും ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള ആ സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു നമുക്ക് തന്നെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഏത് രൂപത്തിൽ ഇരിക്കണം എന്ന് നമ്മൾ പഠിച്ചു.
ഇനി ഇൻഷാ അല്ലാഹ് ഒരുപാട് ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനിയും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് ചർച്ച ചെയ്യാം. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ.